ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെ പോലീസ് വാഹനം തടഞ്ഞ 4 പേർ അറസ്റ്റിൽ. കൊല്ലം പട്ടാഴിയിൽ കഴിഞ്ഞ രാത്രിയിൽ പോലീസ് പട്രോളിംഗ് നടത്തവേ സംഘം ചേർന്ന് പോലീസ് വാഹനം തടഞ്ഞ 4 പേരെ കുന്നിക്കോട് പോലീസ് അറസ്റ്റ് ചെയ്തു. കുന്നിക്കോട് പോലീസ് ASI ഓമനക്കുട്ടൻപിള്ള നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പട്ടാഴി പനയം BR വില്ലയിൽ 40 വയസ്സുള്ള ബിനു, പട്ടാഴി ഹലാൽ മൻസിലിൽ 56 വയസ്സുള്ള സുബൈർ, പട്ടാഴി പനയം രാജേഷ് ഭവനിൽ 37 വയസ്സുള്ള രാജേഷ്, പട്ടാഴി ഏറത്ത് വടക്ക് ആര്യഭവനിൽ 63 വയസ്സുള്ള ഗോപാലകൃഷ്ണൻ എന്നിവരാണ് അറസ്റ്റിലായത്. വ്യാഴാഴ്ച രാത്രി 8:30-യോടെ പട്ടാഴി ചന്തയുടെ സമീപത്ത് ASI ഓമനക്കുട്ടൻപിള്ളയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പരിശോധന നടത്തുകയും മദ്യപിച്ച പട്ടാഴി സ്വദേശിയായ ഒരാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഇയാളെ പോലീസ് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ ഒരു കൂട്ടം ആളുകൾ പോലീസ് വാഹനം വളഞ്ഞു. തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥനായ ഓമനക്കുട്ടൻപിള്ള മദ്യപിച്ചാണ് ഡ്യൂട്ടിക്കെത്തിയതെന്നാരോപിച്ച് ആക്ഷേപിക്കുകയും തടഞ്ഞുവെക്കുകയും ചെയ്തു. വിവരം അറിയിച്ചതിനെ തുടർന്ന് കുന്നിക്കോട് പോലീസ് SHO സജി SS സ്ഥലത്തെത്തി കസ്റ്റഡിയിലെടുത്ത പ്രതിയെയും പോലീസ് സംഘത്തിനെയും കൊണ്ട് മടങ്ങി. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രശ്നമുണ്ടാക്കിയ സംഘത്തിലെ 4 പേരെ തിരിച്ചറിഞ്ഞ് അറസ്റ്റ് ചെയ്തത്. മറ്റുള്ളവർക്കായി അന്വേഷണം നടന്നു വരികയാണ്. അറസ്റ്റിലായവരെ കോടതിയിൽ ഹാജരാക്കി. പട്ടാഴി മാർക്കറ്റിന്റെ ഭാഗത്തൊക്കെ സ്ഥിരം മദ്യപിച്ച് മാർക്കറ്റിനകത്ത് സ്ഥിരം മദ്യപിക്കുന്നതായിട്ട് പോലീസിന് പരാതി ലഭിച്ചിട്ടുണ്ട്. ആ ഭാഗത്ത് സാമൂഹ്യ വിരുദ്ധ ശല്യമൊക്കെ ഇത്തിരി കൂടുതലാണ് എന്ന് പരാതികൾ ധാരാളം ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് കൂടുതലായിട്ട് അവിടെ പട്രോളിംഗ് ഒക്കെ നടത്തുകയും അവിടെ നിന്ന് ആക്ഷൻസൊക്കെ കൂടുതൽ ലീഗൽ ആക്ഷൻ എടുക്കാറുണ്ടായിരുന്നു. അതിൽ അവിടുത്തെ കുറച്ച് വ്യക്തികൾക്ക് അതിൽ കുറച്ച് പരാതിയും കാര്യങ്ങളുണ്ടായിരുന്നു. ഇന്നേ ദിവസം പോലീസ് പാർട്ടി പട്രോളിംഗ് നടത്തി വരികയായിരുന്നു. അങ്ങനെ ഒരാൾ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതായിട്ട് ശ്രദ്ധയപ്പെട്ടു. അത് തടഞ്ഞു നിർത്തിയ സമയം അവിടുത്തെ നാട്ടുകാർ ഇത് ഇവിടെ പട്രോളിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വാഹനം തടയുകയും ചെയ്ത് ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയിട്ടാണുള്ളത്. അല്ലെ, ഈ ഇതിലുണ്ടായിരുന്ന ഓഫീസർ മദ്യപിച്ചു എന്ന് പറയുന്നത് വാസ്തവവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അയാൾക്ക് ദേഹാസ്വാസ്ഥ്യം ഉള്ളത് കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ പരിശോധിക്കും. ഏതായാലും മദ്യപിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പോലീസിന്റെ അഭിപ്രായം. മദ്യപിച്ചിട്ടില്ല. വ്യാപാരി വ്യവസായികളുടെ പരാതിയൊക്കെ നേരത്തെ ഉണ്ട്. അവിടെ പോലീസ് പട്രോളിംഗ് കുറവാണ് എന്നുള്ള പരാതി നാട്ടുകാർക്കും അതല്ല വ്യാപാരി വ്യവസായ സുഹൃത്തുക്കൾക്കും ഒക്കെ നേരത്തെയുള്ള പരാതിയാണ്. പോലീസിന്റെ പ്രസൻസ് അവിടെ കുറവാണെന്നുള്ള പരാതി ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് പോലീസ് കുറച്ച് ആയിട്ടുള്ള ആക്ഷൻസ്, കൃത്യമായുള്ള പട്രോളിംഗ് ഒക്കെ അവിടെ സ്വന്തം ചെയ്തിട്ടുണ്ടായിരുന്നു. മദ്യപിച്ചിട്ട് സ്വയം നിയന്ത്രിക്കാനാതെ നിന്നിട്ടാണ് വാഹനം തടഞ്ഞതെന്ന് മനസ്സിലായത്. അല്ലാതെ നാട്ടുകാരുടെ പ്രശ്നമല്ല അത് മദ്യപിച്ചിട്ടുള്ള ആൾക്കാർ വാഹനം തടഞ്ഞതാണ്. മദ്യപിച്ചിട്ട് അത് സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ. പോലീസിന്റെ ഭാഗത്ത് നിന്ന് സ്വാഭാവികമായിട്ട് അത് ലീഗൽ ആക്ഷൻ എടുത്തല്ലേ പറ്റും. അതിനുള്ള നടപടി ഉണ്ടാവും. ഇത് കർശനമായിട്ടുള്ള നടപടി തന്നെ അവർക്കുണ്ട്, അതിലുണ്ടാവും. ഇതിനിടെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പോലീസ് ഉദ്യോഗസ്ഥൻ മദ്യപിച്ചാണ് ഡ്യൂട്ടിക്ക് വന്നതെന്ന് പ്രചരിച്ചിരുന്നു. എന്നാൽ അത്തരത്തിൽ പ്രചരിക്കുന്നത് വാസ്തവ വിരുദ്ധമാണെന്നും ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥന്റെ വൈദ്യപരിശോധന സംഭവ ദിവസം തന്നെ എടുത്തിട്ടുള്ളതും റിപ്പോർട്ടിൽ മദ്യപിച്ചതായിട്ട് തെളിവില്ല എന്നും പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, എക്സ്പ്രസ് ന്യൂസ്.